നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് പ്രമാണിച്ച് സാന്താക്ലോസിന്റെ വേഷം കിട്ടിയ ഒരു യുവാവിന് കിട്ടിയ മുട്ടൻ പണിയാണ് ഇന്ന് പ്രവാസി മലയാളിയുടെ പറയാൻ പോകുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് മാളിൽ സാന്താക്ലോസായി ജോലി ചെയ്യുന്നതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന തൊപ്പി ധരിച്ചതിനാണ് യുവാവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ആ കഥ ഇങ്ങനെയാണ്. കഴിഞ്ഞ 14 വർഷമായി ഫ്രാങ്ക് സ്കിന്നർ എന്ന യുവാവ് ജോർജിയയിലെ വൈക്രോസ് ഷോപ്പിംഗ് സെന്ററിൽ സാന്റയായി വേഷമിടുന്നുണ്ട്. എന്നാൽ ഷിഫ്റ്റിനിടെ സാന്റയുടെ വേഷത്തിൽ ട്രംപ് 2020 എന്നെഴുതിയ തൊപ്പി ധരിച്ചു നിൽക്കുന്ന സ്കിന്നറുടെ ചിത്രം ഫേസ്ബുക്കിൽ പ്രചരിച്ചതോടെ സംഭവം വിവാദമായി. ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വിവരം തനിക്ക് ലഭിച്ചതോടെയാണ് താൻ അതറിയുന്നതെന്ന് മാളിന്റെ മാനേജർ പറഞ്ഞു. സാന്റയ്ക്ക് എങ്ങനെ ട്രംപിന്റെ തൊപ്പി ധരിക്കാൻ കഴിയും എന്ന് സ്കിന്നറുടെ ചിത്രം കണ്ട ഒരാൾ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെ സ്കിന്നറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. താൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് സ്കിന്നർ മാൾ മാനേജറെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമെടുക്കുമെന്ന് സ്കിന്നറുടെ മാപ്പപേക്ഷയ്ക്ക് മാനേജ്മെന്റ് മറുപടിയും നൽകി. വെയ്ക്രോസ് മാൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാത്തതിനാൽ ഇതിനൊരു പരിഹാരം ഉടൻ കാണുമെന്നും മാൾ മാനേജർ ജെയിംസ് വൈറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ അറിവോടുകൂടിയല്ല ഈ സംഭവം നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് അനുകൂല പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന തന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിൽ ചിത്രത്തിന് മാപ്പ് ചോദിച്ച സ്കിന്നർ ഇതൊരു വിവാദമാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എഴുതി. മാൾ അടയ്ക്കാൻ സമയമായ സമയത്ത് കുട്ടികളൊന്നും ചുറ്റുപാടും ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ട് സാന്റോ തൊപ്പി മാറ്റി ട്രംപ് തൊപ്പി ധരിച്ച സമയത്ത് തമാശയ്ക്കായി ഒരു ചിത്രത്തിന് പോസ്റ്റ് ചെയ്തതാണെന്നും സ്കിന്നർ പറഞ്ഞു. തികച്ചും വ്യക്തിപരമായ ഉപയോഗത്തിനായാണ് എന്റെ സ്വന്തം ഫോണിൽ ആ ചിത്രം എടുത്തത്. പിന്നീട് കണ്ടു ചിരിക്കാനായിരുന്നു അത്. ആ ചിത്രം ഞാൻ എന്റെ സ്വകാര്യ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് വിവാദമാവുകയും ചെയ്തുവെന്ന് സ്കിന്നർ പറയുന്നു. ചിത്രത്തിലൂടെ ആരെയും വ്രണപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സമയത്തും ഈ കാലഘട്ടത്തിലും ഞാനത് പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നുവെന്ന് വ്യക്തമായതായും അത് ചിലരെ വ്രണപ്പെടുത്തിയതായും തന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാത്ത എല്ലാവർക്കും എനിക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നും ഇതിൽ നിന്ന് താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്നും സ്കിന്നർ പറയുന്നു. തന്റെ ഫേസ്ബുക്ക് പേജിൽ ആരോ ചിത്രം കണ്ടുവെന്നും മാൾ മാനേജ്മെന്റിന് സ്ക്രീൻഷോട്ട് അയച്ചതായും താൻ വിശ്വസിക്കുന്നുവെന്ന് സ്കിന്നർ പറഞ്ഞു. സംഭവം പുറത്തായ ഉടനെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സാന്റയുടെ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായും എന്നാൽ തന്നെ പുറത്താക്കിയ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് വേണ്ടി ഒരു സുഹൃത്ത് ആരംഭിച്ച ഗോഫണ്ട് മീ പേജിലൂടെ സമാഹരിച്ച തുക തിരിച്ചു നൽകാൻ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും ആ ഫണ്ട് ശേഖരണ പേജിലൂടെ ആഴ്ചയിൽ $1000 ലഭിച്ചതെന്നും സ്കിന്നർ പറഞ്ഞു. സാന്റയുടെ വേഷം ചെയ്യുന്ന നിലയിൽ സാമ്പത്തികമായി തനിക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് അറിയാവുന്ന ഒരു സുഹൃത്താണ് തന്നോട് ദയ തോന്നി ഗോഫണ്ട് മീ ആരംഭിച്ചത്. സംഭാവന നൽകിയ ആർക്കും പണം മടക്കി നൽകുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം എഴുതുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.